കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു, ആരോഗ്യവുമായി തന്നു നിർത്തി. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സൂക്ഷിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയോട് ആരംഭ ഗാനം നമ്മൾ കേട്ടതുപോലെ സ്തുതിക്കുവാൻ യോഗ്യനായ കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അത്രത്തോളം ദൈവം നമ്മെ ഈ ഭൂമുഖത്ത് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനം. ഇതിൻ്റെ ശീർഷകം കാണുന്നതും ഒരു സ്തോത്ര സങ്കീർത്തനം. മറ്റ് 150 സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ശീർഷകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്, ഒരു സ്തോത്ര സങ്കീർത്തനം എന്ന്. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ പഴയ നിയമ ഇസ്രായേൽ യാഗം കഴിക്കുമ്പോൾ പലവിധ യാഗങ്ങളുണ്ടല്ലോ, അതിൽ ഹോമയാഗവുമായി ബന്ധപ്പെട്ട് അവർ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ, എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു, ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്ര യാഗം. 50-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സ്തോത്ര യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സ്തോത്രം എന്ന യാഗം അതൊരു യാഗമാണ്. ഇടവിടാതെ അർപ്പിക്കുന്ന സ്തോത്രയാഗത്തിന് എന്ത് വിലയാണെന്ന് നമ്മൾ ഒരു ദിവസം അറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെയുള്ള സ്തോത്രം, ഹല്ലേലൂയ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുള്ള സ്തോത്രം, അതൊരു യാഗമാ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ അത് സൗരഭ്യ വാസന കൂടിയാ. ആമേൻ. 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. പ്രൈസ് ദി ലോർഡ്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് എന്ത് ചെയ്യണം? ആർപ്പിടുവിൻ. ഹല്ലേലൂയ. ഭയങ്കര ഒരു ആഹ്വാനമാണ് ദൈവം നൽകി തരുന്നത്. ഇന്ന് പകൽക്കാലവും ആമേ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സങ്കീർത്തനമായി തന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വായിച്ചങ്ങനെ വിടാറുണ്ടെങ്കിലും നമ്മൾ ആർക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വാ കൊണ്ട് ദൈവത്തെ എങ്ങനെയാ ഉച്ചത്തിൽ ആരാധിക്കണം, ആർത്ത് ഘോഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആരാധിച്ചാൽ പ്രയോജനമുണ്ടോ? ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ആരാധിക്കുന്നവനെ ശ്രദ്ധിച്ചൊന്ന് നോക്കി, അവന് പരാജയം ഉണ്ടായിട്ടില്ല. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് കുടുംബത്തിലുണ്ടോ, എവിടെ ഒരു ദൈവ പൈതലുണ്ടോ, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ ആരാധ്യനായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, യോശുവയുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 5 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കേണ്ട, അതിൻ്റെ 10-ാം വാക്യം 20-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം ഓരോ പ്രാവശ്യവും 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? പോരാ, അവിടെ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം നീട്ടിയോതിയപ്പോൾ എന്താ സംഭവിച്ചത്? അതും കൂടാ ദൈവജനം ഒരുമിച്ച് ആർത്ത്, ഹല്ലേലൂയ, ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എന്താ? മതിൽ വീണു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാ. മതിൽ അങ്ങ് വീണുപോയി. ആമേൻ. മാനുഷികമായ കരങ്ങൾ കൊണ്ട് അത് വീഴാൻ സാധ്യതയുള്ളതല്ല. ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പറയുന്നു, യുവാക്കന്മാരും യുവതികളും ബാലന്മാരും വൃദ്ധന്മാരും എല്ലാവരും ആമേൻ കർത്താവിനെ സ്തുതിക്കണം. സ്തുതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യെരിഹോ കോട്ട വീണു. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, നിങ്ങളോടൊരു ദൂതുണ്ട് കേട്ടോ. എത്ര വലിയ യെരിഹോ പോലുള്ള പർവ്വതങ്ങൾ നിന്റെ യാത്രയ്ക്ക് തടസ്സമായി, നിന്റെ ഭാവിയുടെ മുന്നേറ്റത്തിന് തടസ്സമായി ആമേൻ നിൽക്കുന്നു എങ്കിൽ നീ ആരാധിച്ചെന്ന് തുടങ്ങിയേ, നീ നന്ദി പറഞ്ഞെന്ന് തുടങ്ങിയേ, നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ എൻ്റെ ദൈവം ഉടച്ചു കളയുന്ന, ഓ എൻ്റെ ദൈവമാ, ആരാധിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രതിസന്ധി പോലുള്ള പർവ്വതങ്ങൾ ഉടഞ്ഞു മാറും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആരാധിച്ച് തുടങ്ങട്ടെ. ദൈവജനം ആരാധിച്ച് തുടങ്ങട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിപ്പോലുള്ള ആരാധനയാണ് ദൈവം നമ്മിൽ കൂടെ പ്രതീക്ഷിക്കുന്നത്. ഇടിമുഴക്കത്തിന്റെ ആരാധന നമ്മളെ ദൈവത്തിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമ്പോഴേ ആമേൻ മുൻപിലെല്ലാം ഇങ്ങനെ തുണി വിരിച്ച് കുരുത്തോലകള് മരക്കൊമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് പോകുമ്പോൾ ഓശന്ന ദൈവത്തിന് സ്തോത്രമെന്നും പറഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആമേൻ അതിന്റെ 19-ാം അധ്യായം 37-ാം വാക്യം ഒന്ന് വായിച്ചേ. 19:37. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. അപ്പോൾ അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. ചെറിയ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലെന്നല്ല, എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തണം. ആമേൻ. മത്തായി സുവിശേഷത്തിലുമുണ്ട്. മത്തായി 21:9 ഒന്ന് വായിച്ച്. 21:9. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നമ്മൾ പുകഴ്ച കൊടുക്കുന്നത്, ആരാധന കൊടുക്കുന്നത്, ആർത്തുഘോഷിച്ചുകൊണ്ട് ആരാധന കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ നിറയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, നിറയ്ക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം 40-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 40-ാം വാക്യം. ഇവർ മിണ്ടാതെ ഇരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. ഇടവും വലവും നോക്കി അവരാരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റത്തില്ല. നീ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുന്ന സമയമാ. ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവിടെ ഇവിടെ ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കും ആർക്കുവാൻ. ഹല്ലേലൂയ. നീ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുന്ന ദൈവസങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. പൗലോസും ശീലാസും കൂടെ ആമേൻ വെളിച്ചപ്പാടത്തിയെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ യജമാനന്മാരുടെ ആമേൻ നന്മ നഷ്ടമായെന്ന് കണ്ട് ആ കോലുകൊണ്ട് അടിപ്പിച്ച് അവരെ കൊല്ലുവാൻ തക്കവണ്ണം അടിപ്പിച്ച് ആമത്തിൽ കൊണ്ടിട്ടു. ആമത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേദന. പൗലോസിനോട് ശീലാസിനോടൊന്ന് ചോദിച്ചേ, എന്താ പൗലോസ് ആമത്തിൽ കിടക്കുമ്പോഴും ആരാധിക്കുന്നത്? ആമേ. പൗലോസ് പറയും, ഈ വേദന എൻ്റെ ആരാധനയെ കുറയ്ക്കുകയില്ല, ഈ കോലുകൊണ്ടുള്ള അടി എൻ്റെ ആരാധനയെ കുറയ്ക്കുകയില്ല. പ്രതികൂലങ്ങളെ കണ്ട്, ആമേൻ, ചുറ്റുപാടുകളെ കണ്ട് ആരാധന കുറയ്ക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാ പൗലോസും ശീലാസും. പൗലോസ് പറയുകയാ, ഞാൻ ആരാധിക്കും. ആരാധനയുടെ മുൻപിൽ ദൂതൻ ഇറങ്ങി വിലങ്ങുകൾ അഴിഞ്ഞു പോയെങ്കിൽ, ഹല്ലേലൂയ, ആരാധിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി, നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം ദൂതനെ ഇറക്കുന്നു. പൗലോസേ, നിന്റെ ആരാധന നിന്റെ വേദന നോക്കി ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. നീ ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു സന്തോഷം, സ്വർഗീയ സന്തോഷം ദൈവം നിനക്ക് നൽകിത്തരും. പോരാ, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവിക സമാധാനം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആരാധിക്കുന്നവരുടെ ഭവനത്തിൽ സമാധാനം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2-ാം വാക്യം വായിച്ചാട്ടെ. 2-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. ഒന്നാമത് നമ്മൾ കണ്ടു, ഉച്ചത്തിൽ ആരാധിക്കണം, ആർത്തുഘോഷിക്കണം. രണ്ടാമത് കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? സന്തോഷത്തോടെ ആരാധിക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? പരപ്രേരണയാലുള്ള ആരാധന വേണ്ട കേട്ടോ. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്നത് സന്തോഷത്തോടെ ആരാധിക്കണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുന്നതെല്ലാം സന്തോഷത്തോടായിരിക്കണം. നീ കരമടിക്കുന്നത്, പാസ്റ്റർ പറഞ്ഞില്ലല്ലോ, കരമടിക്കുന്നത് സന്തോഷത്തോടൊന്ന് കരമടിച്ച് നോക്കിയേ. നീ പ്രസംഗിക്കുന്നത് സന്തോഷത്തോടൊന്ന് പ്രസംഗിച്ച് നോക്കിയേ. നീ സുവിശേഷം പറയുന്നത് സന്തോഷത്തോടൊന്ന് സുവിശേഷം പറഞ്ഞു നോക്കിയേ. നീ ട്രാക്ട് കൊടുക്കുന്നത് സന്തോഷത്തോടൊന്ന് കൊടുത്തു നോക്കിയേ. നിന്റെ തലമുറയും അനുഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നീ കൊടുക്കുന്നതല്ല, നീ നന്മ കൊടുക്കുന്നത്, ആമേൻ, നീ സന്തോഷത്തോടൊന്ന് കൊടുത്തു നോക്കിയേ. കലവറ കൂടാതെ, ആമേൻ, അമർത്തി കുലുക്കി നല്ലൊരളവ് നിന്റെ മടിയിൽ തരുന്നവനാ എന്റെ ദൈവം. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല.
സന്തോഷത്തോടപ്പോൾ ദൈവത്തെ സേവിക്കണം. റോമാലേഖനം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഹല്ലേലൂയ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. ആത്മാവിൽ ഒരു എരിവ് വേണം എൻ്റെ കർത്താവിനെ സേവിക്കുന്നതിൽ. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നതിൽ എരിവുണ്ടെങ്കിൽ ഉള്ളതെല്ലാം മാറ്റിവെക്കും. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ആരാധന കുറച്ചു കളയുകയില്ല. എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് ഉത്സാഹം മനസ്സിലുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഒരു എരിവുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. 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 സ്തോത്രം. മലാക്കി പുസ്തകത്തിലെ 3-ാം അധ്യായം ഒന്ന് പഠിച്ചു നോക്കിയേ. അതിനകത്ത് എന്തായിരിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുവാനുള്ളൊരു ദിവസം എൻ്റെ ജനം എനിക്ക് എന്തുവായി തീരുമെന്ന ഒരു നിക്ഷേപമാണ്. മാത്രമല്ല, ആരാധിക്കുന്ന ജനത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ളൊരു വ്യത്യാസം അന്ന് കാണുന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നീ സന്തോഷത്തോടെ ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നീ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഓ ഹല്ലേലൂയ, നീ ഒരു നിക്ഷേപമായിട്ട് അങ്ങ് മാറുകയാ. നല്ല മനസ്സോടെ ദൈവത്തെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സേവിക്കണം. ആമേൻ. സ്തോത്രം. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യം. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ എന്ത് ചെയ്യണം? അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. നല്ല മനസ്സോടും കൂടെ നീ എന്ത് ചെയ്യണം? സേവിക്കുകയും ചെയ്യണം. കണ്ടോ, കർത്താവ് പറഞ്ഞതാണ്, നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ നല്ല മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും നീ എന്ത് ചെയ്യണം? സേവിക്കുകയും ചെയ്യണം. നമ്മുടെ പിതാക്കന്മാർ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിച്ചു. ആമേൻ. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ വായ അടപ്പിച്ചില്ലേ എൻ്റെ ദൈവം? ആമേ. സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്ന് ഏലിയാവ് ഒരിക്കൽ പറഞ്ഞില്ലേ ആഹാബിൻ്റെ മുൻപിൽ? പോരാ. ഹല്ലേലൂയ. എബ്രായ ബാലന്മാരെ തീച്ചുളയിൽ ഇടുമെന്ന് രേഖ എഴുതിയപ്പോഴും ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ? നിന്റെ മുൻപിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നീ സേവിക്കുന്ന ഒരു പശ്ചാത്തലം നിന്റെ തലമുറയ്ക്കും ഉണ്ടെങ്കിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ വിടുവിക്കുവാൻ ശക്തൻ ഇറങ്ങി വരും കേട്ടോ. തീയുടെ മണം പോലും ഏശാതെ വണ്ണം തന്റെ ജനത്തെ അതേ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദാരിയേവേശ് രാജാവിന്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതല്ലേ? ദാരിയേവേശ് എന്താ പറഞ്ഞത്? നീ സേവിക്കുന്ന ദൈവം സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലേ നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായ ഒരു കർത്താവിനെയാ സേവിക്കുന്നത്. കരങ്ങൾ തട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. കരങ്ങൾ തട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നീ സേവിക്കുന്നത്, നീ ആരെയും അവരെ ഇവരെ നോക്കണ്ട. നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 3-ാമത് അവിടെ വായിക്കുന്നു ആ വാക്യത്തിൽ, അതിന്റെ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാ വരേണ്ടത്? സംഗീതത്തോടെ. അതാണ് കർത്താവ് നമ്മുടെ പുതിയ പാട്ട് നമ്മുടെ നാവിൽ തന്നില്ലേ? 40-ാം സങ്കീർത്തനത്തിൽ കണ്ടില്ലേ? ആമേൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ ആമേൻ ഹല്ലേലൂയ വിടുവിച്ചോ. എന്നെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. പോരാ, എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തുതിയോട് ആരാധനയ്ക്ക് കടക്കണം. ആരാധനയിൽ പങ്കാളികളാകണം. സംഗീതത്തോട് ദൈവത്തെ സേവിക്കണമെന്നാണ് ആരാധനയുടെ പ്രധാന ഘടകമാണ് സംഗീതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാധന ജീവിതത്തിൽ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഞാൻ മണലാരണ്യത്തിൽ ഹല്ലേലൂയ കിലോമീറ്ററുകൾ നടന്നുപോയി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് എൻ്റെ കൂടെ ഉള്ള സൂപ്പർവൈസർ കമ്പനി ജോലി ചെയ്യുന്ന കാലത്ത് കംപ്ലൈൻറ്റ് ചെയ്തു, ഇവൻ സൺഡേ വെള്ളിയാഴ്ചയാണ് അവിടെ, വെള്ളിയാഴ്ച വണ്ടി എടുത്തുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്നത്. സൂപ്പർവൈസർ എന്തോ ചെയ്തു, ആമേൻ, വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് വ്യാഴാഴ്ച വൈകിട്ട് വണ്ടി വാങ്ങി
വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കാലിന് ആരോഗ്യം തന്നു. എനിക്ക് ഹല്ലേലൂയ നടന്നു പോകുവാൻ, കിലോമീറ്ററുകൾ നടന്നു പോകുവാൻ കൃപ ചെയ്തെങ്കിൽ, അധികം താമസിയാതെ സ്വന്തം വണ്ടികൾ എനിക്ക് തന്നെങ്കിൽ, ഇന്നും എൻ്റെ ദൈവം ഹല്ലേലൂയ അവരുടെ മുൻപിൽ എന്നെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇന്നുവരെ ഒരു ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. ഒരു മുടക്കലും എൻ്റെ ആരാധനയിൽ സംഭവിച്ചിട്ടില്ല. കാര്യം എൻ്റെ ദൈവം എന്നെ വിടുവിച്ച വിധങ്ങൾ അത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ഈ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഈ ക്രൈസ്തവ ഭവനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 5 മണിക്ക് നല്ല ആത്മീയ ഗാനങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ. വൈകിട്ടും അതുപോലെ അങ്ങനെ ആത്മീയ ഗാനങ്ങൾ ആലപിക്കുന്ന ഭവനങ്ങളായിരുന്നു ചുറ്റുപാടുകളിലെല്ലാം. ഞാൻ വിദേശത്തൊക്കെ പോയി പല കുറി ഇങ്ങനെ നാട്ടിൽ വന്നു. ചില വർഷങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ എല്ലാം ഓലമേഞ്ഞ വീടുകളൊക്കെ ടെറസ് വീടുകളായി. ഇപ്പോൾ അവിടെ ഓലമേഞ്ഞ ഒരു വീടുകളിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എൻ്റെ ആ ചെറുപ്രായത്തിലൊക്കെ മിക്ക വീടുകളും ഓലമേഞ്ഞ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അറിയത്തില്ല, ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് മേഞ്ഞ വീടുകളായിരുന്നു. അവിടെയാണ് ഇങ്ങനെ ഉയർന്നു വന്ന ആത്മീയ ഗാനങ്ങൾ. പ്രഭാതത്തിൽ 5 മണിയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആത്മീയ ഗാനങ്ങൾ കേൾക്കാം. ഹിന്ദുക്കൾ വരെ ഈ പാട്ടൊക്കെ കാണാപ്പാടമാ. ഹല്ലേലൂയ. അന്നൊരു വലിയ സന്തോഷമായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ടെറസ് വീടുകളാണ്. ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താ ഈ രാവിലെ ഇപ്പോൾ ഈ പാട്ടുകളൊന്നും നിന്നുപോയോ? വൈകിട്ട് പാട്ടുകൾ നിന്നുപോയല്ലോ, ഇതൊന്നും ഇപ്പം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് അവിടുത്തെ പാപ്പച്ചായൻ മരിച്ചുപോയി, അവരുടെ കുഞ്ഞുങ്ങളാണ്, അവരിപ്പോൾ ഒന്നും പാടുന്നില്ല. അവിടുത്തെ സ്കറിയാച്ചായൻ മരിച്ചുപോയി, ആ അമ്മച്ചി മരിച്ചുപോയി, ഇപ്പോൾ പാട്ടൊക്കെ നിന്നു. അവരുടെ മക്കൾ അടുത്ത ജനറേഷൻ വന്നപ്പോൾ ഇതൊക്കെ അവർക്കൊരു എന്തോ അരോചകമായിട്ട് മാറി. ഇപ്പോൾ അവിടെ കേൾക്കാൻ കഴിയുന്നത് സീരിയലിൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. നന്മ തന്നവൻ, അന്ന് അനുഗ്രഹിച്ച് ടെറസ് വീടുകൾ തന്നവൻ, ഹല്ലേലൂയ. ഇന്ന് നീ ആരാധന, ഹല്ലേലൂയ, നിന്റെ നന്മ ജീവിതത്തിൽ തരുമ്പോൾ ആരാധന കുറയ്ക്കരുത്. ചിലരെങ്ങനാണ്, ആമേൻ, ഹല്ലേലൂയ, ഇത് പാവപ്പെട്ടവരുടെ ഒരു മാർഗം ആരാധന എന്ന് പറഞ്ഞ് ആമേ പണമുള്ളവൻ മാറി നിൽക്കുമ്പോൾ, ആമേൻ, ചില മീഖലുമാർ പറയുന്നു, ആമേ, ചില മീഖലുമാർ ആമേ ആരാധനയെ കുറച്ച് കളയും. ഓ, ഇങ്ങനെ ആരാധിക്കണോ എന്ന് പറഞ്ഞ് ചില മീഖലുമാർ മാറി നിൽക്കുമ്പോൾ, ചില ദാവീദുമാർ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യും കേട്ടോ. ചില ദാവീദുമാർ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യും. കാര്യം, ദൈവം എന്നെ കൊണ്ടുവന്നത് ഇത്രത്തോളം എന്നെ ദൈവം കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ സ്തോത്രം 28-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിന്റെ 15 മുതൽ ഒന്ന് വായിച്ച്. യെഹെസ്കേൽ പ്രവാചകൻ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ ലൂസിഫറിന്റെ കാര്യമാണ് കേട്ടോ. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ എങ്ങനെയുള്ളവനായിരുന്നു? പിശാചിന്റെ കാര്യം കേട്ടോ. നീതികേട് കാണുന്നത് വരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. അടുത്തത്, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം കണ്ടോ. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. കണ്ടോ, ഇതാണ് മതി. ആമേ, വ്യാപാരത്തിന്റെ പെരുപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നന്മയുടെ വർധനവ് വന്നപ്പോഴേ, ഹല്ലേലൂയ, പഴയ പോലല്ല ഇപ്പോൾ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ബഹുമാന്യ അഭിഷക്തൻ പറഞ്ഞതുപോലെ എന്തുടുക്കും എന്ന് ആമേൻ ഒരു കാലത്ത് ചിന്തിച്ചു. എന്നാൽ ഇന്ന് ഏതുടുക്കുമെന്നുള്ള ചിന്തയാ. എന്ത് തിന്നുമെന്ന് ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു, എന്നാൽ ഇന്ന് എന്ത് തിന്നുമെന്നുള്ള ഒരു കാലഘട്ടമായി മാറിയിരിക്കുക. അങ്ങനെ വ്യാപാരം വർദ്ധിച്ചു, ബിസിനസ് ആമേൻ സാമ്പത്തിക ഉന്നമനം വർദ്ധിച്ചപ്പോൾ ഇപ്പോഴെന്താ നിനക്ക് നിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി? പാപം സംഭവിച്ചു. ഹല്ലേലൂയ. സാഹസം കൊണ്ട് നീ നിറഞ്ഞു, നീ പാപം ചെയ്തു. ഇത് ലൂസിഫറിന്റെ കാര്യമാണെങ്കിലും നമ്മോടുള്ള ബന്ധത്തിലും ചില ദൂതുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ആമേ, മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നി മയരഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. ഒരു ഓർമ്മ മുന്നറിയിപ്പാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നന്മ ജീവിതത്തിൽ ഉയരുമ്പോഴും ആരാധന കുറയരുത്. ചില മീഖലുമാരെ പോലെ പറയരുത്, ദാവീദിനെ പോലെ പറയണം, ഞാൻ പെട്ടകത്തിന്റെ മുൻപിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. താഴോട്ടൊന്നുകൂടെ വായിച്ചേ.
അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ആ. ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അടുത്തത് മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. അടുത്തത് നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. കണ്ടോ, ഈ സൗന്ദര്യം നിമിത്തം എന്തൊരു ഗർവമാണെന്നറിയോ അനേകർക്ക്. നമ്മുടെ കാര്യമല്ലേ ആമേ, ഈ സൗന്ദര്യമൊക്കെ ഒരു പുഴു വരിക്കുന്നത് പോലെ അങ്ങ് പോകുന്നതാ. ഹല്ലേലൂയ. ഒരു സ്കിൻ അലർജി വന്നാൽ സകലതും പോയി. എത്ര മുടിയുണ്ടേലും മുടി പൊഴിഞ്ഞു പോയാൽ സകലതും പോയി. ഇതിലൊന്നും അഹങ്കരിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം തന്നത്. അവൻ്റെ മഹത്വം മാത്രമാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞു തീരാത്ത ദാനമാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് നീ സ്തോത്രം ചെയ്തോണം. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാം വാക്യത്തിലേക്ക് വന്നിട്ട് യഹോവ തന്നെ ദൈവമെന്ന് അറിവി. ഇന്ന് നമ്മൾ പാട്ട് കേട്ടത് എന്താണ് പാടിയത്? കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവൻ ആര്? സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായവൻ ആര്? യേശുവെ പോലെ ആരുമില്ല. ഇത് പറയുമ്പോഴാണ് പെന്തക്കോസ്തരായ നമ്മോടുള്ള ദേഷ്യം. പിശാചിനും ദേഷ്യം അത് തന്നെയാണ്. ലോകം മൊത്തം ഹല്ലേലൂയ. ക്രൈസ്തവരൊക്കെ പലരും അതും ഇതും ദൈവമാണെന്ന് അവർ അങ്ങനെ സേവിക്കുന്നു. അതും ദൈവമാണ് ഇതും ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതങ്ങോട്ട് ഈ വാക്യമൊക്കെ വെച്ചിട്ട് നമ്മൾ അറിഞ്ഞ സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അവിടെ എന്താ വായിച്ചത്? യഹോവ തന്നെ ദൈവമെന്നറിവി. തന്നെ ദൈവം, വേറൊരു ദൈവം ഇല്ലെന്നേ. എത്ര പേർക്ക് അത് മനസ്സിലായി? എല്ലാവരും എന്നെ പിടിച്ചു നോക്കുന്നത് എന്താ ഇത്? അത് ശരിയല്ലേ? നമ്മൾ കറക്റ്റല്ലേ പറയേണ്ടത്? ദൈവം, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ ദൈവം. ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ അവിടെ കാണുന്നുണ്ടല്ലോ. എന്താ വായിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അമ്മാമ്മേ, അതാ സത്യം. അച്ചായ, അതാ സത്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് പറയുമ്പോൾ പെന്തക്കോസ്തരായ നമ്മൾ ആമേ രോഗം വെറുക്കും, മറ്റുള്ളവരെ വെറുക്കത്തില്ല. നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തും. നമുക്കത് പറയാതിരിക്കാൻ കഴിയത്തില്ല. Praise the Lord. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇത് ആമേൻ, ഇവിടെയും ചാരി അവിടെയും ചാരി നിൽക്കുന്നവരെ അവർക്ക് ഇഷ്ടമാണ്. പിശാചിന് അവരെ ഇഷ്ടമാണ്, പക്ഷെ നമ്മെ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന സകല സംഭവങ്ങളും ഹല്ലേലൂയ ഏകസത്യ ദൈവം യേശു എന്ന് പറയുന്നതാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പിശാചിന് ഇഷ്ടക്കേടെന്ന് പറയുന്നത് 3-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവജനമേ, നാം കർത്താവിന് ഉള്ളവരാണ്, നാം മേയ്ക്കുന്ന ആടുകൾ. ഇല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. നമ്മെ ഉണ്ടാക്കി, നമ്മളെ ഉണ്ടാക്കിയത് നമ്മുടെ കർത്താവ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ, മണ്ണ് കൊണ്ട് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മേൽ ജീവശ്വാസം ഊതിയെങ്കിൽ നമുക്കൊരപ്പനുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. വീണ്ടും ജനിച്ച ദൈവ പൈതലേ, നീ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയണം. നിനക്ക് വേണ്ടി ഹല്ലേലൂയ വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മഹിമാസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ അവൻ ഹല്ലേലൂയ വഴിയിൽ വിട്ടേച്ച് പോകുന്നവനല്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല. ആ യേശു പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. ഓ, നമ്മുടെ കർത്താവ് ആമേൻ നല്ല കർത്താവാണ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. നോക്കിയേ, നമ്മുടെ കർത്താവ് നമ്മുടെ ആ ഇടയനാ. ആമേൻ. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അവൻ കിടത്തുന്നവനാ. ദാസന്മാരെ, ആമേൻ. മാത്രമല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. കിടത്തുമ്പോൾ തന്നെ നടത്തുന്നവൻ കൂടിയാണ്. പോരാ, താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ നിന്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നു. ഏതെല്ലാം നിലയിലാ ദൈവ പൈതലിനെ നടത്തുന്നതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അവൻ ശ്രേഷ്ഠ ഇടയനെന്ന് ആമേ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. വലിയ ഇടയനെന്ന് മറ്റു വേദഭാഗത്ത് വായിക്കുന്നു. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ ഒന്ന് സ്തോത്രം പറഞ്ഞ് നമുക്കൊരു നല്ല ഇടയനുണ്ട്. നമ്മെ കൈവിടുന്നവനല്ല ആ ഇടയൻ. ഹല്ലേലൂയ. നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ട് സകല നന്മകളും നമ്മുടെ മിടുക്കുകൊണ്ട് നേടിയതല്ല, ഈ ഇടയൻ തന്നത് മാത്രമാണ്. ഹല്ലേലൂയ. അവസാനത്തെ വാക്യം കൂടെ വായിച്ചിരിക്കുക. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും
അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല, എന്നേക്കുമുള്ളതാ. സത്യ നമസ്കാരികൾ ആ നിലയിൽ നീ ദൈവത്തെ സത്യമായി ആരാധിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറ ഇത് കൈമാറുന്നതാണ്. ഈ പാട്ട് തന്നല്ലേ, ഇതൊരു പാട്ടാണ് ഈ സങ്കീർത്തനം. ഈ അവസാന വാക്യം തന്നെയല്ലേ ആമേൻ ആമേൻ ഹല്ലേലൂയ. മിരിയാം തപ്പെടുത്ത് തൻ്റെ ജനത്തെ അക്കരെ കടന്നപ്പോൾ പാടിയത് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ ബോധ്യം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകട്ടെ. ഈ നല്ല ഇടയൻ്റെ കൈക്കീഴിൽ നമ്മൾ മേയുവാൻ നമുക്ക് ഭാഗ്യ പദവി ലഭിച്ചില്ലേ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അകത്ത് പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും എണ്ണി നോക്കുന്ന ഒരു ഇടയനാണ്. ഹല്ലേലൂയ. ഈ ഇടയൻ ഹല്ലേലൂയ കൈവിടുന്ന ഇടയനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല. ആമേൻ ഹല്ലേലൂയ. ഇടയൻ നമുക്ക് വേണ്ടി ഇന്നും നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആ ഇടയന്റെ കൈക്കീഴിൽ മേയുവാൻ ഭാഗ്യ പദവി ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സ്തോത്രത്തോടെ ഒന്നാമത് ദൈവത്തെ ആരാധിക്കണം. അത്യുച്ചനാദത്തോടെ ദൈവത്തെ ആർത്ത് ഘോഷിക്കണം. സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം. സംഗീതത്തോടെ ദൈവത്തെ സേവിക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.